ഹായ് എവ്രി വൺ, ഇതിന്റെ ജേർണലിംഗ് പോർഷൻ ആണ് കേട്ടോ. നന്നായിട്ട് ജേർണലിംഗ് ചെയ്യുക, എനിക്കത് പറയാനുണ്ട്. ജേർണൽ ബുക്ക് വാങ്ങുക, നിങ്ങൾക്ക് പിക്ചേഴ്സ് ആയിട്ടും എഴുതിയിട്ടും വരച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ജേർണലിംഗ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ ജേർണലിംഗ് ബുക്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ജേർണലിംഗ് മസ്റ്റ് ആണ് ഈ ജേർണിയിൽ. കാരണം നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഹീൽ ചെയ്ത് പോകും. ഇവിടെ വാഷിംഗ് ടേപ്സ് ഒക്കെയാണ് കേട്ടോ എൻ്റെ. നല്ല രസമാണെങ്കിൽ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ. ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതാം, ഒട്ടിക്കാം. ഇന്നർ ചൈൽഡ് ഹീലിംഗിന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന DF's കറന്റ് എനർജി. പറയുമ്പോഴേക്കും ഹൃദയം മുറിഞ്ഞൊരു കാർഡാണ് മടിക്ക് ചാടി വീണത്. DF's കറന്റ് എനർജി. ഇന്നത്തെ കാൻഡിലിന്റെ ഒരു ലൈറ്റ് നോക്കൂ, ഡിമ്മ. അത്രയും എനർജി കുറവാണെന്ന് കാണിക്കുന്നത്. അത്രയും ഹെവി എനർജിയാണ് ആ ഒരു കാൻഡിലിന് പോലും അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ദിവസം സൂപ്പർവായിട്ട് കത്തിയിരുന്ന കാൻഡില് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് എനർജിയുടെ വ്യത്യാസമാണ്. നമുക്ക് ഓരോ ഫ്ലെയിംസ് നോക്കി അറിയാൻ പറ്റും. ഇന്ന് കത്തിച്ചു വെച്ച ധൂപിന്റെ ഫ്ലെയിം ആണെങ്കിലും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എങ്ങോട്ടൊക്കെയോ ഓടുന്ന പോലെ. യെസ്, അത് എനർജിയാണ് കേട്ടോ. അപ്പൊ തേർഡ് പാർട്ടി എനർജി നോക്കൂ. 3 of Swords. അവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി ഡിവോഴ്സ്, സെപ്പറേഷൻ, അല്ലെങ്കിൽ അവർ സെൽഫ് ലവ് ഇല്ലാത്ത തേർഡ് പാർട്ടി ആണെങ്കിൽ, നാർസിസ്റ്റ് ആണെങ്കിൽ പോലും അവരിലേക്ക് തിരിയുന്ന ടൈം വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, അവിടെ എന്തൊക്കെ ആക്ഷൻ എടുക്കണം. പേജ് ഓഫ് വാൻസ്. അവരുടെ പിടിവാശി കൊണ്ട്, അല്ലെങ്കിൽ കുട്ടി എന്താ പറയാ, പ്രോപ്പറായിട്ട് ചിന്തിക്കാതെടുത്ത ഡിസിഷൻ ആയിരുന്നു മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പേഴ്സൺ. അത് വളരെ തെറ്റായിരുന്നു. വളരെ ഡെസേർട്ട് ഏരിയ ആണ് കാണിക്കുന്നത്. മേ ബി അങ്ങനത്തെ ഒരു പ്ലേസിലായിരിക്കും താമസിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയും ചലഞ്ചസ്, 3 മലകളും ഇതും. അവർക്ക് പേജ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത് ഈ ഒരു മലകള് ആ ഒരു ഡെസേർട്ട് ഏരിയയിലെ കംപ്ലീറ്റ്ലി ഗ്രീനറിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അവരുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കാം. അപ്പൊ അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ആ കണക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നു. കൂടെ അവർ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നു. പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഒരു പോണ പോക്കിൽ വേണമെങ്കിൽ കല്യാണം കഴിക്കാം. റീൽസിലൊക്കെ കാണുമ്പോൾ കുറെ പേര് പറയാം കല്യാണം കഴിക്കാൻ തോന്നുന്നു. അതുപോലൊക്കെ ഒരു പേജ് ഓഫ് കപ്സ് റിവേഴ്സ്. ഭയങ്കര ഇന്നർസായി കുട്ടികളുടെ എനർജി ഉള്ള, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു തേർഡ് പാർട്ടി. പേജ് ഓഫ് കപ്സ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ പേഴ്സണെ കണ്ടു, ഇഷ്ടപ്പെടുന്നു, എല്ലാം ഷടപടേന്നായിരുന്നു, ഒരുപാട് ചിന്തിച്ചിട്ടില്ല. അതാണ് പേജ് ഓഫ് കപ്സ് കാണിക്കുന്നതും. റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇമോഷൻസ് വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർക്ക് വേറൊരു ഓഫർ വരുന്നതായിട്ട് പറയുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. കിങ് ഓഫ് സോർഡ്സ്. അവർക്ക് ഒരു വേറെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അറിയുന്ന പേഴ്സൺ ആയിരിക്കാം. ഒരു എയർ സയൻസ് ഉള്ള ഒരു പേഴ്സണുമായിട്ട് വളരെ സ്ട്രോങ് സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, 3 of Cups. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ സെലിബ്രേഷൻസ് വരുന്നത്. എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടീസ്, മെജോറിറ്റി തേർഡ് പാർട്ടികളും സെപ്പറേറ്റ് ആയി അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ റെസനേറ്റ് ചെയ്ത് ആവുകയാണെങ്കിൽ